നമ്മുടെ മുഖ്യമന്ത്രി പൂക്കി CM ആയത് അദ്ദേഹം ഈ വാഹന മോഡിഫിക്കേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു മാധ്യമപ്രവർത്തകൻ ചോദിച്ച ചോദ്യത്തിന് നൽകിയിട്ടുള്ള എക്സ്പ്രഷനിലായിരുന്നു. അപ്പോൾ എന്തിലൊക്കെ മോഡിഫിക്കേഷൻ വരുത്താമെന്നുള്ള കാര്യം ഇന്ന് പുറത്തു വന്നപ്പോൾ അത് വീണ്ടും വലിയ വിവാദവും ട്രോളും ഒക്കെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. വാഹന മോഡിഫിക്കേഷനിൽ മുഖ്യമന്ത്രിയുടെ വാക്കും പഴയ ചാക്കും ഒരുപോലെയെന്ന് VK സനോജ് MLA പറയുന്നു. വാഹനത്തിൽ ആവശ്യാനുസരണം മോഡിഫിക്കേഷൻ എന്നാണ് പറഞ്ഞത്. സ്റ്റിയറിംഗിന് കവറിടാം, മാറ്റിടാം എന്നൊക്കെയാണ് ഇപ്പോൾ പറയുന്നതെന്നും സനോജ്. വാക്കാണ് ഏറ്റവും പ്രധാനം എന്നാണ് പലപ്പോഴും അദ്ദേഹം പറയുക. പക്ഷെ അദ്ദേഹത്തിൻ്റെ വാക്കും പഴയ ചാക്കും ഒരുപോലെയാണ് എന്ന് ഓരോ ദിവസവും തെളിഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. ജൻസികളെ ലക്ഷ്യമിട്ടുകൊണ്ട് പറഞ്ഞു, നിങ്ങൾക്ക് വാഹനത്തിൽ ആവശ്യാനുസരണം മോഡിഫിക്കേഷൻ നടത്താം എന്നാണ് പറഞ്ഞത്. ഇപ്പം എന്താ പറയുന്നത്? നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റിയറിങ്ങിന് കവർ പിടിപ്പിക്കാനുള്ള മോഡിഫിക്കേഷൻ, മാറ്റ് വിരിക്കാനുള്ള മോഡിഫിക്കേഷൻ. ഇപ്പം ജൻസികളെ പറ്റിച്ചു. നമസ്കാരം. കടന്നുകൂടാൻ നിങ്ങളെല്ലാവരും ഞങ്ങളോടൊപ്പം വേണം. കടന്നുകൂടി കഴിഞ്ഞപ്പം ഞങ്ങൾ മാത്രം മതി എന്നൊരു നിലപാട് ആണ് ഇപ്പോഴത്തെ പുതിയ മന്ത്രിസഭ. PD സതീശൻ നേതൃത്വം നൽകുന്ന മന്ത്രിസഭ. നമ്മുടെ ആറന്മുള കണ്ണാടിയിലെ കണ്ണാടി തിളങ്ങുന്നത് പോലെ തിളങ്ങും എന്നൊക്കെ ആറന്മുള MLA ആയ അബിൻ വർക്കി നിയമസഭയിൽ പറഞ്ഞിരുന്നു. പൂക്കി മുഖ്യമന്ത്രി, പൂക്കി സർക്കാർ എന്നൊക്കെ പറഞ്ഞ് വിശേഷണം ഒക്കെ നൽകിയിരുന്നു. വിശേഷണങ്ങൾ എന്തൊക്കെ നൽകിക്കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ കാണുന്ന ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാതിരിക്കാൻ പറ്റില്ല. കാരണം പിണറായി ഭരണകൂടതയോടുണ്ടായിരുന്ന വിരോധം അല്ലെങ്കിൽ വെറുപ്പ്, അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്രാവശ്യം UDFന് 102 സീറ്റ് കിട്ടിയത് എന്നുള്ളത് എല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ കടന്നുകൂടി കഴിഞ്ഞപ്പോൾ അത് ഞങ്ങളുടെ മാത്രം ഒരു നേട്ടം എന്നുള്ള നിലയിലാണ് കോൺഗ്രസും പ്രത്യേകിച്ച് UDFും അതിനകത്ത് കാണുന്നത് എന്ന് തോന്നുന്നു. വലിയൊരു ശതമാനം ജനങ്ങളുടെ വോട്ട് അത് UDFക്കാരല്ലാത്ത ആൾക്കാരും UDFിനോട് അല്ലെങ്കിൽ LDFിനോട് പ്രത്യേക ആഭിമുഖ്യം ഇല്ലാത്ത ആൾക്കാരും അതോടൊപ്പം തന്നെ LDFിൻ്റെ ഭാഗമായിട്ടുള്ള പല ആൾക്കാരും, അങ്ങനെ ആ ഒരു 3 വിഭാഗവും കൂടെ കൂടുമ്പോൾ നല്ലൊരു വിഭാഗം ജനങ്ങൾ ഈ പ്രാവശ്യം UDFിനെ വോട്ട് ചെയ്തു. ആ ഒരു കാര്യം ഉൾക്കൊണ്ടുകൊണ്ട് വേണം നേതൃത്വങ്ങൾ ഭരണം മുന്നോട്ട് നയിക്കാൻ എന്നുള്ളതാണ് നമ്മളിവിടെ പറഞ്ഞു വെക്കുന്നത്. ഇപ്പോൾ പല കാര്യങ്ങളും നമ്മൾ എടുത്ത് പരിശോധിക്കുമ്പോൾ പ്രതിപക്ഷത്തായിട്ടിരുന്നപ്പോൾ പറഞ്ഞിരുന്ന കാര്യങ്ങളും അതുപോലെ തന്നെ ഈ ഭരണകൂടത്തിനെതിരെ, ഈ ഭരണകൂടമല്ല തൊട്ട് മുമ്പുണ്ടായിരുന്ന പിണറായി ഭരണകൂടത്തിനെതിരെ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങളെല്ലാം അപ്പാടെ വിഴുങ്ങുന്ന പല കാര്യങ്ങളും ഇപ്പോൾ പ്രത്യക്ഷത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നു. ഏറ്റവും ഇപ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ബന്ധു നിയമനത്തെ പറ്റിയാണ്. ഇപ്പോഴത്തെ നിലവിലെ KPCC പ്രസിഡന്റും അതുപോലെ തന്നെ ഒരു മന്ത്രിയുമായ ശ്രീ സണ്ണി ജോസഫിൻ്റെ സഹോദരി ഭർത്താവിന് അദ്ദേഹം ഏറ്റവും ഒരു ഉന്നതമായ സ്ഥാനത്തേക്ക് പേഴ്സണൽ സ്റ്റാഫായിട്ട് നിയമിച്ചിരിക്കുകയാണ്. എന്നിട്ട് യാതൊരു ഉളുപ്പും ഇല്ലാതെ വന്നിരുന്ന് ന്യായീകരിക്കുകയാണ് കൂടെ ചെയ്യുന്നത്. ഇതിനു മുമ്പ് പല സന്ദർഭങ്ങളിലും നമുക്കറിയാം, VS അച്യുതാനന്ദൻ മന്ത്രിസഭയിൽ PK ശ്രീമതിയുടെ മരുമകളെ അവരുടെ കിച്ചൺ ചുമതലയിലേക്ക് നിയമിച്ചു കഴിഞ്ഞപ്പോൾ അതിനെതിരെ ഭയങ്കര ആക്ഷേപം ഉന്നയിച്ചത് ഈ അന്നുണ്ടായിരുന്ന പ്രതിപക്ഷമായിരുന്ന ഇപ്പോഴത്തെ ഭരണകക്ഷിയായ UDF ആണ്. സ്വാഭാവികമായിട്ട് അവർക്ക് അവരുടെ ആ മരുമകളെ ആ സ്ഥാനത്ത് നിന്ന് നീക്കേണ്ടതായിട്ട് വന്നു. കാരണം ബന്ധു നിയമനം എന്ന് പറയുന്നത് അത് ഈ സത്യപ്രതിജ്ഞയുടെ ഒരു ലംഘനം തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതുപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ പിണറായി വിജയൻ മന്ത്രിസഭയിലെ ആദ്യത്തെ ടൈമിലെ പിണറായി വിജയൻ മന്ത്രിസഭയിലെ രണ്ടാമൻ എന്നുവരെ വിശേഷണം അർഹിച്ചിരുന്ന EP ജയരാജൻ മന്ത്രി, അന്നത്തെ വ്യവസായ വകുപ്പ് മന്ത്രിയായിരുന്നു, ബന്ധു നിയമനത്തിൻ്റെ പേരിൽ അദ്ദേഹത്തിന് ജോലി രാജിവെക്കേണ്ടി വന്നു. അതുപോലെ തന്നെ KT ജലീൽ ബന്ധു നിയമനത്തിൻ്റെ പേരിൽ രാജിവെക്കേണ്ടതായിട്ട് അവസ്ഥയിലേക്ക് വന്നു, നീക്കേണ്ട വന്നു ആ വ്യക്തിനെ. അങ്ങനെയൊക്കെയുള്ള പല വിഷയങ്ങളും ഇതിനു മുമ്പ് ഉണ്ടായിരിക്കുന്ന ഇത്രയും വലിയൊരു സംഭവം ഇപ്പോൾ ഈ സണ്ണി ജോസഫ്, അതും നിലവിലെ KPCC പ്രസിഡന്റാണ്, ഉയർന്ന കേരളത്തിലെ കോൺഗ്രസ് നേതാവാണ്, ഈ മന്ത്രിസഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മന്ത്രിയാണ്. എന്നിട്ട് ഒരു ഉളുപ്പും ഇല്ലാതെ ആ ഭാഷ ഇപ്പോൾ നമുക്ക് പറയാനായിട്ട് തോന്നിക്കുന്നുള്ളൂ. സഹോദരിയുടെ ഭർത്താവിനെ ഏറ്റവും ഉന്നതമായൊരു സ്ഥാനത്തേക്ക് നിയമിച്ചിട്ട് ഇപ്പോൾ അദ്ദേഹം പറയാണ് നല്ല കഴിവുള്ള വ്യക്തിയാണ്, നല്ല വിശ്വാസമുള്ള വ്യക്തിയാണ്. അത് പിന്നെ എല്ലാവരും അവരവരുടെ കുടുംബത്തിൽപ്പെട്ടവരോ അല്ലെങ്കിൽ അവരവരുടെ സ്വന്തത്തിൽപ്പെട്ടവരൊക്കെ നിയമിക്കുമ്പോൾ വേണ്ടപ്പെട്ടവരെ നിയമിക്കുമ്പോൾ അങ്ങനെയൊക്കെയല്ലേ അവർക്ക് സർട്ടിഫിക്കറ്റ് നൽകുകയുള്ളൂ. ഏറ്റവും കഴിവുള്ളവരും ഏറ്റവും വിശ്വാസമുള്ളവരും
പക്ഷെ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണല്ലോ നമ്മുടെ ഭരണഘടന പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണല്ലോ ശരിക്കും ആ ഒരു ആക്ഷേപം എപ്പോഴും ഉയർന്നു നിൽക്കുന്നത്. അതല്ലെങ്കിൽ ഇത്രയും നാൾ ഈ മറ്റു ഇടതുപക്ഷത്തിൻ്റെ മന്ത്രിസഭയോട് പറഞ്ഞുകൊണ്ടിരുന്ന ആ ആരോപണങ്ങൾ അതെല്ലാം തെറ്റായിപ്പോയിരുന്നു എന്നുള്ള ഒരു സന്ദേശം കൂടെ കൂടി കൊടുക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൂടെ ഇറക്കണം. എന്നിട്ട് PC വിഷ്ണുനാഥ്, അദ്ദേഹം ഈ മന്ത്രിസഭയിലെ ഒരു മന്ത്രിയാണ്. അദ്ദേഹം ഇന്നിപ്പോൾ പറഞ്ഞ് കേട്ട് കഴിഞ്ഞാൽ അദ്ദേഹം അതിനെ ന്യായീകരിക്കുന്ന രീതിയിലാണ് പറയുന്നത്. ബന്ധു നിയമനത്തെ പ്രത്യക്ഷത്തിൽ ഓപ്പണായിട്ട് പർട്ടിക്കുലർ വിഷയമായിട്ട് എടുത്ത് ന്യായീകരിക്കുന്നില്ലെങ്കിൽ പോലും കൂടെ PC വിഷ്ണുനാഥ് പറഞ്ഞു വെക്കുന്നത് KPCC പ്രസിഡന്റ് ആയ ശ്രീ സണ്ണി ജോസഫിനെ പറ്റി, അല്ലെ സണ്ണി ജോസഫ് എന്ന മന്ത്രിയെ പറ്റി അങ്ങനെ ആക്ഷേപമൊന്നും KPCC യോഗത്തിൽ ഉണ്ടായില്ല എന്നൊക്കെയാണ് പറയുന്നത്. മാധ്യമ റിപ്പോർട്ടും പ്രകാരം KPCC യോഗത്തിൽ അതിനെപ്പറ്റി ശക്തമായ ആക്ഷേപം ഉണ്ടായി എന്ന് തന്നെയാണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനു മുമ്പുണ്ടായിരുന്ന എല്ലാ മന്ത്രിസഭയിലും ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ ശക്തമായിട്ട് എതിർത്തുകൊണ്ടിരുന്ന ഒരു വിഭാഗമാണ് UDF അല്ലെങ്കിൽ കോൺഗ്രസ് മുന്നണി എന്ന് പറയുന്നത്. അപ്പോൾ തങ്ങൾ അധികാരത്തിലേക്ക് കയറി കഴിയുമ്പോൾ തങ്ങളുടെ മച്ചാനും മച്ചമ്പിയും ഒക്കെ ആയിക്കഴിഞ്ഞാൽ കുഴപ്പമില്ല, അത് ഇടതുപക്ഷക്കാർ അല്ലെങ്കിൽ CPMകാർ ചെയ്യുമ്പോൾ മാത്രമാണ് തെറ്റ് എന്ന് പറഞ്ഞു വെക്കുന്ന ആ ഒരു ന്യായം ഒരിക്കലും ഉൾക്കൊള്ളാവുന്ന കാര്യമല്ല. കാരണം ഞങ്ങൾ ഇവിടെ പൊതുസമൂഹത്തിൻ്റെ ഭാഗമായിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയിലും പെടാത്ത ആൾക്കാർ പോലും അതിശക്തമായിട്ട് കഴിഞ്ഞ സർക്കാരിനെ വിമർശിച്ചുകൊണ്ടിരുന്നതാണ്. ആ സർക്കാരിനെ പൊതുസമൂഹം അത്രമാത്രം വെറുത്തിരുന്നു. അതിൻ്റെ പ്രതിഫലനങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ED വിഷയവും ED റെയ്ഡും മറ്റു കാര്യങ്ങളും. അതുപോലെ തന്നെ ഇന്നിപ്പോൾ ഏറ്റവും പുതിയതായിട്ട് കരുവന്നൂർ കേസ്, കരുവന്നൂർ സർവീസ് സഹകരണ ബാങ്കിൻ്റെ കൊള്ള, ഏകദേശം 300 കോടിയോളം രൂപയുടെ തട്ടിപ്പും കൊള്ളയും അവിടെ നടന്നു എന്നുള്ളതാണല്ലോ പൊതുവെ പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യം. അതിനകത്ത് ഇന്നിപ്പോൾ തുടരന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ള രീതിക്ക് കോടതി വിധിച്ചിട്ടുണ്ട് കരുവന്നൂർ കേസും. അപ്പോൾ ഇവിടെയെല്ലാം ഈ CPM നേതാക്കൾ ഇതിനു മുമ്പ് നടത്തിക്കൊണ്ടിരുന്ന അതിഭീകരമായ ഒരു കൊള്ള, അതിനെതിരെ അതിശക്തമായൊരു ജനരോഷം ഉണ്ടായിരുന്നതിൻ്റെ പ്രതിഫലനമാണ് ഈ പ്രാവശ്യത്തെ UDF സർക്കാർ അധികാരത്തിലേക്ക് വന്നത്. അപ്പോൾ അത് ഉൾക്കൊണ്ടുകൊണ്ട് ഭരിക്കാനായിട്ട് ഇപ്പോഴത്തെ സർക്കാരിന് കഴിയുന്നില്ല എന്നുള്ളയിടത്താണ് നമ്മൾ ഈ വിഷയം ഒന്ന് ചൂണ്ടിക്കാണിച്ചത്. നമുക്കറിയാം, ഇപ്പോൾ കരുവന്നൂർ കേസിനകത്താണെങ്കിൽ ആദ്യത്തെ പിണറായി വിജയൻ മന്ത്രിസഭയിലെ വ്യവസായ മന്ത്രിയായിരുന്ന AC മൊയ്തീൻ, അതുപോലെ തന്നെ ആ കാലഘട്ടത്തിലെ ദേവസ്വം മന്ത്രിയായിരുന്ന K രാധാകൃഷ്ണൻ, അതുപോലെ തന്നെ തൃശ്ശൂർ CPMൻ്റെ ജില്ലാ സെക്രട്ടറിയായ MM വർഗീസ്, ഇവരൊക്കെ ഉൾപ്പെട്ട ഉന്നതരായിട്ടുള്ള എല്ലാവർക്കുമെതിരെ ഏതായാലും അന്വേഷണം തുടരാമെന്ന് ഇന്നിപ്പോൾ കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അപ്പോൾ ഒരുമാതിരിപ്പെട്ട CPMൻ്റെ നേതാക്കന്മാരെല്ലാം തന്നെ ഇതിനു മുമ്പ് വമ്പൻ അഴിമതി നടത്തിയിരുന്നു എന്നുള്ളതിൻ്റെ വ്യക്തമായ ബോധ്യം പൊതുസമൂഹത്തിനുണ്ടായിരുന്നു. ആ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ആ ഒരു സർക്കാർ ഈ സമൂഹത്തിന് തന്നെ ഏറ്റവും വലിയൊരു ശാപമാണ് എന്നുള്ള ഒരു കാഴ്ചപ്പാടിൽ UDFന് വോട്ട് ചെയ്തത്. അപ്പോൾ വോട്ട് ചെയ്ത് അധികാരത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അധികാരത്തിൽ വന്നു എന്നൊരു ധാരണ ഇപ്പോഴത്തെ ഈ സർക്കാരിനുണ്ട് എങ്കിൽ അത് ഇതിനു മുമ്പുണ്ടായിരുന്ന പിണറായിസ്റ്റ് സർക്കാരിൻ്റെ അതേ പാത. അതുകൊണ്ടാണ് ഇപ്പോൾ പൊതുസമൂഹം മറ്റൊരു രീതിയിൽ പറയുന്നത്. കഴിഞ്ഞ ദിവസം കൂടെ ഞങ്ങൾ പറഞ്ഞിരുന്നു, അതായത് പിണറായി വിജയൻ മന്ത്രിസഭയുടെ ഉണ്ടായിരുന്ന കാലഘട്ടത്ത് അന്ന് പിണറായി വിജയനെ പറ്റി പൊതുസമൂഹം പറഞ്ഞുകൊണ്ടിരുന്ന ഒരു ആക്ഷേപമായിരുന്നു മുണ്ടുടുത്ത മോദി എന്ന ഒരു വിശേഷണമായിരുന്നു പിണറായി വിജയന് മന്ത്രിസഭയ്ക്ക്, അല്ലെ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിക്ക് വിശേഷണമായി നൽകിയിരുന്നത് എങ്കിൽ ഇപ്പോൾ VD സതീശൻ എന്ന മുഖ്യമന്ത്രിക്ക്, ഏറ്റവും പുതിയ മുഖ്യമന്ത്രിയായ VD സതീശൻ എന്ന മുഖ്യമന്ത്രിക്ക് മറ്റൊരു ആക്ഷേപം കൂടിയാണ് പറയുന്നത്. അതായത് കതറിട്ട പിണറായി വിജയൻ. അതായത് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയെ പറ്റി മുണ്ടുടുത്ത മോദിയാണെന്നാണ് പറഞ്ഞിരുന്നതെങ്കിൽ VD സതീശനെ പറ്റി കതറിട്ട പിണറായി വിജയൻ എന്ന ഒരാക്ഷേപമാണ് ഇപ്പോൾ പൊതുസമൂഹം പറഞ്ഞു വരുന്നത്. കാരണം ഇതൊരു അണ്ണൻ തമ്പി സ്റ്റൈലിലേക്കുള്ള ഒരു ഭരണമാണ് ഇപ്പോൾ കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെയാണ്, കാരണം ഭരണമാറ്റം സംഭവിച്ചു, ഭരണം LDF മാറി UDF വന്നു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും ഇവിടെ ഇപ്പോൾ ഭരണ തുടർച്ച സ്വാഭാവികമായിട്ട് നമുക്കറിയാം ഉണ്ടാകുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഭരണ തുടർച്ച അങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുന്ന ഒരു കാര്യം. അത് ഈ മുന്നണി മാറിക്കഴിഞ്ഞാലും രാഷ്ട്രീയം മാറിക്കഴിഞ്ഞാലും ഭരണം ഇവിടെ തുടർന്ന് തന്നെ പോകും. പക്ഷേ ആ ഓരോ മുന്നണി മാറുന്നതിൻ്റെ അനുസരിച്ചിട്ടുള്ള ഒരു നേട്ടം പൊതുസമൂഹത്തിന് ഉണ്ടാകുന്ന രീതിയിലേക്കുള്ള ഭരണം നടത്തുന്നില്ല എങ്കിൽ അത് സ്വാഭാവികമായിട്ടും ജനങ്ങളുടെ അപ്രീതിക്ക് കാരണമാകും. അത് ബന്ധു നിയമനമാണെങ്കിലും
മറ്റ് പല കാര്യങ്ങളിലാണെങ്കിൽ പോലും ഇതിനു മുമ്പ് പറഞ്ഞിരുന്ന പല കാര്യങ്ങളും പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ ശ്രീ വി.ഡി. സതീശൻ പറഞ്ഞിരുന്ന പല കാര്യങ്ങളും വളരെ പഞ്ചിങ് ഡയലോഗ് തന്നെയായിരുന്നു. ആ പഞ്ചിങ് ഡയലോഗ് പലതും ഇപ്പം മുക്കിയിരിക്കുകയാണ്. എന്നാണെങ്കിലും ഇപ്പം പല അബിൻ വർക്കി പറഞ്ഞിരുന്ന പൂക്കി മുഖ്യമന്ത്രി എന്നുള്ളതൊക്കെ ഇപ്പം സോഷ്യൽ മീഡിയയിലൊക്കെ ട്രോളാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി എന്താണെങ്കിലും ശരി, ഇതിനെപ്പറ്റിയൊക്കെ ശക്തമായിട്ടുള്ള പ്രതിഷേധം വരും ദിവസങ്ങളിൽ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. കാരണം പൊതുസമൂഹം ഇവിടെയുള്ള ഓരോ മന്ത്രിമാരെയും ഇവിടുത്തെ സർക്കാരിൻ്റെ ഓരോ നയങ്ങളെയും ഓരോ പ്രവർത്തനങ്ങളെയും അതിസൂക്ഷ്മമായി പരീക്ഷിച്ചുകൊണ്ട് തന്നെ ആണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയുടെ ഒരു കാലഘട്ടം കൂടെ കൂടിയാണ്. പൊതുസമൂഹത്തിന് എപ്പോഴും ചർച്ച ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ് സോഷ്യൽ മീഡിയ എന്നുള്ളത് കൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ അവധാനതയോടുകൂടി തന്നെ പൊതുസമൂഹം ചർച്ച ചെയ്യുന്നുണ്ട്. അത് ഇവിടുത്തെ ഭരണകൂടങ്ങളും തിരിച്ചറിഞ്ഞാൽ ഭരണകൂടം നന്നായിരിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി.